ഒന്ന് മനസ്സിലാക്ക് സിദ്ധാർത്ഥ്. 3 നേരം ഈ റൂമിൽ തന്നെ കുത്തിരിക്കുന്ന വല്ലാത്ത കഷ്ടം. എന്റെ ഭാര്യ അങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ശരി, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? നിനക്കൊന്ന് പുറത്തു പോകണം, അത്രേ ഉള്ളൂ. വെറുതെ ഒരു റൗണ്ട് എന്നെ കറക്കാനാണെങ്കിൽ പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആരിപ്പൊ അങ്ങനെ പറഞ്ഞേ? നിനക്ക് സന്തോഷാവുന്നത് വരെ നമ്മൾ എല്ലായിടത്തും കറങ്ങിയിരിക്കും. പക്ഷെ തൽക്കാലം നീ കുറച്ചു നേരത്തേക്ക് സമാധാനായിട്ടിരിക്കണം. അപ്പൊ ശരിക്കും ആലോചിക്കോ? ഞാൻ നിന്റെ അടുത്ത് എപ്പോഴെങ്കിലും കള്ളം പറയാറുണ്ടോ? That's like my good husband. അങ്ങനെ അവസാനം എന്റെ മോൾക്ക് ബുദ്ധി വന്നു അല്ലേ മോളെ? ഏയ് സിദ്ധാർത്ഥ്, ഒരു നിമിഷം, ഒരു ജോലിയുണ്ട്. മോളെ, ഞാൻ മാർക്കറ്റിലേക്കല്ല ഓഫീസിലേക്കാ. ജോലിയുള്ളത് നിങ്ങളുടെ ഓഫീസിൽ തന്നെയാ. ഓഫീസിൽ നിനക്കെന്ത് ജോലിയാ ഉള്ളത്? ജോലി ചെയ്യാൻ പോകുന്നത് നിങ്ങളാ, അത് ഓർഡർ ചെയ്യുന്നത് ഞാനും. ഇന്ന് മുഴുവൻ ദിവസവും അമ്മുവിന്റെ വേദാന്ത ചേട്ടന്റെ പുറത്ത് ഒരു കണ്ണ് വേണം. ഇതാരുടെ സന്തോഷത്തിന്? ഒന്ന് പറയുന്ന പോലെ ചെയ്യ്. ആകെ ഉള്ളത് 2 കണ്ണ്. അതിലൊരു കണ്ണ് അവരുടെ കാര്യങ്ങൾ നോക്കിയാ ഒരു കണ്ണ് വെച്ച് ഞാൻ എന്റെ ജോലി എങ്ങനെ ചെയ്യും? Poor job. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല, എന്തിനാ ഇപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യം? കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട. അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സോ നിങ്ങളുടെ ഒരു കണ്ണ് അവര് പുറത്തുണ്ടാവണം. ഓക്കെ ആണോ? നിന്റെ കാര്യം നടക്കാൻ വേണ്ടി നീ കോളറിലൊക്കെ പിടിക്കുന്നത് എനിക്കറിയാം. അല്ലാത്ത സമയത്ത് മുഖം പോലും നോക്കാതെ പറഞ്ഞു വിടല്ലേ? ഇതല്ലേ ലവ് എന്ന് പറഞ്ഞാ? ഞാൻ പറഞ്ഞാ നിങ്ങൾ ചെയ്യോ ഇല്ലയോ? ശരി, ഭാര്യ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു ഭർത്താവ് ഈ ലോകത്തില്ലല്ലോ. ചെയ്തു തരാം. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യ ചെയ്തിട്ടുള്ളത്? നീ എന്താ പറഞ്ഞാദ്യ? ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ കിട്ടാൻ എന്ത് പുണ്യ ചെയ്തെന്നാ പറഞ്ഞേ. നിനക്കതൊക്കെ ഒന്ന് വളച്ചൊടിക്കാതെ പറഞ്ഞൂടാ ആദ്യ. നിന്റെ ഭാഷയെ പഠിച്ചിട്ട് തന്നെയുള്ള കാര്യം. ഇത് തന്നെ നിങ്ങൾ 6 മാസമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. 6 മാസമായോ? ഇന്ന് മുതൽ 30 ദിവസത്തിനകത്തിൽ എല്ലാം ഞാൻ പഠിച്ചിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. സിലി ഓൾ ദി ബെസ്റ്റ്. ഇന്ന് മുതൽ ഓപ്പറേഷൻ വേദ്യ നൈവേദ്യ സ്റ്റാർട്ട്. ഹായ് ബോസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഴപ്പമില്ല, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? ഓഫീസല്ലേ ബോസ്, മെയിൻറ്റെയിൻ ചെയ്തല്ലേ പറ്റൂ. ഗുഡ്. Amulya, meet me in 5. I want to talk to you. Okay, boss. എടോ, താനിത് എവിടെ നോക്കിയാ ഈ നടക്കുന്നേ? മാഡം, മീ ആസ്കിങ് വൺ മാറ്റർ. പ്ലീസ് സത്യം പറയൂ. എന്താ കാര്യം പറ. ഈ ഇടയായിട്ട് ബോസ് നിങ്ങളുടെ അടുത്ത് വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നുണ്ടോ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? ചുമ്മാ വെറുതെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ ചോദിച്ചേ. അത് അങ്ങനെയൊന്നും ഇല്ല സുമേഷേ. അയ്യോ, നിങ്ങളുടെ മാറ്റർ എനിക്കല്ലാതെ ഈ ലോകത്തിൽ വേറെ ആർക്കും അറിയില്ല. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് മാഡം. എന്തായാലും എന്നോട് പറയൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചോദിക്കുന്നത് പോലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല സുമേഷേ. നോ, പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ അവരെ ദേഹത്ത് തൊടാൻ പാടില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല. നിനക്കൊന്നും വന്നിട്ടില്ല അമൂല്യ. ഞാൻ പിന്നെ വരാവേ. മേഡം, മേഡം, അമൂല്യ മേഡം, നിങ്ങൾ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്ന കണ്ട എന്തോ ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പോ എന്റെ ബോസ് ഞാൻ പറയുന്നത് പോലെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലായി. എന്റെ പ്ലാൻ വർക്കായി. എന്താണോ എന്താ പ്ലാനിന്റെ കാര്യമൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞത് കേട്ടോ മേഡം? അതും അത്രയും ക്ലിയർ ആയിട്ട്.
അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ എന്ത് പ്ലാനാന്ന്. ഒന്നുമില്ല മേഡം. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാവും, നഷ്ടമൊന്നും ഉണ്ടാവില്ല. എൻജോയ്. നോക്കാരുതി, എനിക്ക് നിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. പക്ഷെ നീ ഇങ്ങനെ പിന്നെയും പിന്നെ എന്നെ വിളിച്ചോണ്ടിരുന്ന എനിക്ക് വേറെ ഓപ്ഷനേ ഇല്ല. എന്റെ അച്ഛൻ നിന്റെ വീട്ടിലേക്ക് വന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനോട് വന്നിട്ട് നിന്നോട് എന്താ ചോദിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കാന്ന് വിചാരിച്ചു. നീ ഒരു പാവം കൊച്ചാണ്, നീ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാതാവും. ഇതൊക്കെയല്ലേ ഞാൻ പറയുന്നത് നോക്കി നീ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനായിട്ട് നിന്നെ വിളിക്കുന്നവരേക്കും പ്ലീസ് ഡോണ്ട് കോൾ മീ. അളിയ ആക്ച്വലി അത് നീ പെട്ടെന്നൊരു കഥയുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ വിക്കി? സോറി അളിയ, അളിയനെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ എപ്പോഴും കയറി വരുന്നത് പോലെ വന്നത് തെറ്റായി പോയില്ലേ? നീ ഈ മൂഡിലായിരിക്കും, അതും എന്റെ അനിയത്തിയായിട്ടുള്ള പ്രശ്നത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അളിയ ഒരു മിനിറ്റ്, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറയാതിരുന്ന ആള് ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ബോസ് ഇന്ന് ഫുൾ ബിസിയാ. സോ നമ്മുടെ തല തിന്നാൻ വരില്ല. ഇന്ന് നേരത്തെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു സമയം വരില്ല. അയ്യോ മേഡം, നിങ്ങളോ? എന്താ വേദാന്ത് വേണമായിരുന്നു ഇവിടെ? അയ്യോ ദൈവത്തിനാണ് വേണ്ട മേഡം. പക്ഷെ നിങ്ങളൊട്ടും മോശമല്ല. നിങ്ങളുടെ ലുക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാവുക. ഓൾറെഡി ഇന്ന് വേറൊരു മേഡം വിളിച്ചിട്ട് തലപ്രാന്തായിട്ട് ഇരിക്കുക ഞാൻ. നിങ്ങളുടെ ഉണ്ട കണ്ണിലേക്ക് നോക്കിയാ എന്റെ ജീവൻ പോകുന്ന പോലെയാ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് മേഡം? വരൂ. എവിടേക്കാ? ചുമ്മാ വാടോ. അവിടെ ഇരിക്കെ. നിങ്ങൾ ഇവിടെ എന്ത് പരിപാടിയാ ഒപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങക്ക് മനസ്സിലായി അല്ലേ? നോക്കൂ സുമേഷ്, അവരുടെ ഇന്നസെൻസിനെ യൂസ് ചെയ്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അവര് നിങ്ങളുടെ ബോസ് അല്ല, എന്റെ ആളാ. അതെ, അദ്ദേഹം നിങ്ങളുടെ ആളാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നസെൻസ് യൂസ് ചെയ്തെന്ന് എന്തോ പറഞ്ഞില്ലേ? നിങ്ങൾ ഏത് ആംഗിളിലാണ് അദ്ദേഹത്തെ ഇന്നസെന്റ് ആയിട്ട് കാണുന്നത് അമൂല്യ മേഡം? ചുമ്മാ ഇരിക്കടോ. അവര് ശരിക്കും ഇന്നസെന്റ് തന്നെയാ. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അവനൊരു പുലിയായി തോന്നും. പക്ഷെ അടുത്തു പോയി അവരെ വളരെ സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാ അവര് മൃദുവായോ ഒരു പാവ മുയല് പോലെ തോന്നും. മുയല? എന്റെ ബോസോ? നിർത്ത് സുമേഷേ. മര്യാദക്ക് എന്ത് കുതന്ത്ര കാണിച്ചെന്ന് എന്നോട് ഇപ്പൊ തന്നെ പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ അമൂല്യ ഇപ്പൊ ഒരു റൗഡി ബേബി ആവുന്ന നീ കാണേണ്ടി വരും. അയ്യോ മേഡം, അതെന്റെ വാഗൊണ്ട് ഞാൻ എങ്ങനെ പറയും? ഇത്രയും നേരമായിട്ടും ബോസ് നിങ്ങളുടെ തല തിന്നാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ നീ. അതുപോലെ പറ. മേഡം, കുറച്ചു നേരം എന്റെ കൂടെ ഫ്ലാഷ് ബാക്കിലേക്ക് വരുമോ? ബോസ്, നിങ്ങളുടെ രാശിഫലത്തിൽ നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്ക് ഉമ്മ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം തകിടം മറിഞ്ഞു പോകും. ഇതിനാണോ അവൻ എന്നോട് ബൈക്കിന്റെ പുറകിലിരിക്കാന്ന് പറഞ്ഞത്? ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി നീ അത്രയും കഷ്ടപ്പെട്ടോ? എന്ത് പാവോ നീ. മേഡം, ഞാൻ ഓൾറെഡി ഫ്ലാഷ് ബാക്കിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. മേഡം എന്താ ഇപ്പോഴും അവിടെ തന്നെയാണോ? എത്തു, ഞാൻ തിരിച്ചു വന്നു. പറഞ്ഞതൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇത് ആരോടാ പറഞ്ഞേ? കഷ്ടം. എന്തോ ഒരു റിയാക്ഷൻ. സോ കൂളാ. ഏയ്, അവിടെ നിക്ക്. എങ്ങോട്ടേ പോകുന്നേ? അയ്യോ ചേട്ടാ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ കാശ് എന്തായാലും തരാം. പ്ലീസ് എന്നെ. ഞങ്ങൾ അത്രക്കാരല്ല.
ഞങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരെല്ലാം ഉള്ളതാ. ഞങ്ങൾക്ക് ആകെ വേണ്ടത് ഞങ്ങളുടെ കാശ. അതിങ്ങ് തന്നാ മതി, അല്ലാതെ ഇങ്ങനെ മോങ്ങണ്ട. അതല്ലേ ചേട്ടാ പറഞ്ഞേ, എനിക്ക് കുറച്ച് സമയം വേണോന്ന്. എന്താ കളിക്കാണോ നീ? ടൈമില്ല, രാവിലെ തന്നെ രംഗഞ്ചേട്ടന്റെ വീട്ടിലൊന്ന് പൈസ തരാന്നല്ലേ പറഞ്ഞേ. നിനക്ക് ഞങ്ങൾ അത്ര പേടിയില്ലെന്നാ തോന്നേ. അതുകൊണ്ട് ചെവിയിൽ ഈ സാധനം അങ്ങോട്ട് കുത്തിയിട്ട് റോട്ടിൽ കൂടെ ഒന്നും അറിയാത്തോടെ നടക്കാനല്ലേ? ദൈവത്തിനാണ് അങ്ങനൊന്നും ഇല്ല ചേട്ടാ. ഇത്രയും വലിയ തുകയല്ലേ, അതുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് നോക്കാനായിട്ട് പോവാ. എന്നെ ഒന്ന് വിശ്വസിക്കേട്ടാ, എങ്ങനെയെങ്കിലും കാശ് ശരിയാക്കി ഞാൻ ഉറപ്പായിട്ടും തരാം. ഈ കാശ് എണ്ണി വാങ്ങുന്ന സമയത്ത് ഇത് ചെറിയ എമൗണ്ട് ആണെന്ന് നീ വിചാരിച്ചിരുന്നേ? അപ്പോ നിനക്ക് ആലോചിക്കായിരുന്നില്ലേ ഇത്രയും പൈസ നിനക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ എന്ന്? അത്രയും കാശൊക്കെ വാങ്ങിച്ചിട്ട് നീ എന്താ ചെയ്തേ? ചേട്ടാ അത് പ്ലീസ്. നിന്നെ പോലുള്ള കോളേജ് പിള്ളേർ ഇങ്ങനെ കാശ് എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ അത് ലവ് മാറ്റർ ആയിരിക്കണം. ഇങ്ങനെ ദേഹത്തൊന്നും തുടരുത്. കാശ് ആവശ്യം ഉണ്ടായിരുന്നോണ്ടാ മേടിച്ചത്, അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങളൊന്ന് പോ, ഞാൻ നാളെ എങ്ങനെയെങ്കിലും കാശ് തരാം. നീ ഇത് കേട്ടില്ലടാ? ഇത്രയധികം സമയം വേണമെന്ന് പറഞ്ഞ പെണ്ണ് നാളെ എവിടുന്ന് കൊണ്ടുവരാനാ? ഞങ്ങൾ ഇനിയും പറഞ്ഞ് പറ്റിക്കുന്ന നീ ഒരിക്കൽ പോലും വിചാരിക്കണ്ട. നീ വിചാരിക്കുന്നതിനേക്കാളൊക്കെ മോശക്കാരാ ഞങ്ങള്. ഇല്ല ഇല്ല, ഞാൻ കള്ളം പറയുമല്ല. നാളെ എങ്ങനെയെങ്കിലും കാശ് തരാം. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് പോക്കോ. അല്ലാതെ ഇങ്ങനെ റോഡിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. ഇത് ഞങ്ങൾ വിശ്വസിക്കണോ? നിങ്ങളുടെ ഈ പലിശ കാശിന് മുന്നിൽ വിശ്വാസത്തിനും സത്യത്തിനും ഒന്നും ഒരു വിലയില്ലെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെ ഒന്ന് വിശ്വസിക്ക്. നാളെ നിങ്ങളുടെ കാശ് ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. ഇപ്പൊ എന്നെ ഒന്ന് വിട്. ശരി ശരി ഓ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാൻ 5 മിനിറ്റിനുള്ളിൽ വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാ വരുന്നേ? സോറി, എന്താ കാര്യം? അതിപ്പോ പറയാൻ പറ്റില്ല. വൈകുന്നേരം നമുക്കൊന്ന് പുറത്തു പോവാം, എന്നിട്ട് പറയാം. ശരി. ഇത് നോക്ക്, നമ്മുടെ ആദ്യ ഓർഗാനിക്സിലെ സാനിറ്ററി പാഡ്സിന്റെ സെയിൽസ് എത്രത്തോളം ഉണ്ടെന്ന്. വളരെ നന്നായിട്ടുണ്ട്, സോൾഡ് ഔട്ട് ആകുന്നുണ്ട്. സെയിൽസ് റിപ്പോർട്ട് റേറ്റ് ഓഫ് ഗ്രോയിങ് ഒന്ന് നോക്കിയേ. ദിസ് ഇസ് ട്രൂ സക്സസ് അമൂല്യ. അതെന്താ ഇത്ര ദൂരെ നിന്ന് നോക്കുന്നേ? ഇങ്ങ് അടുത്ത് വന്ന് നോക്ക്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോഴാണ് റിപ്പോർട്ട് കിട്ടിയത്. ഞാൻ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സെയിൽസ് നന്നായിട്ട് നടക്കുന്നുണ്ടെന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോൺ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ലവ്ലി. ബുദ്ധിയില്ലാത്ത കൊരങ്ങനെ പോലെ ജോലിയിൽ മുഴുകിപ്പോയ ഇവനെ പോലെ അൺറൊമാൻറ്റിക് ആയിട്ട് വേറെ ആരും കാണില്ല എന്നാ തോന്നുന്നത്.